റിപ്പോർട്ടർ ബിഗ് എക്സ്ക്ലൂസീവ്. ശബരിമല സ്വർണ്ണ കൊടിമര നിർമ്മാണത്തിന്റെ മറവിലും വൻ തട്ടിപ്പ് നടന്നുവെന്ന് കണ്ടെത്തൽ. കൊടിമര നിർമ്മാണത്തിന് ദേവസ്വം ഭരണസമിതിയുടെ നേതൃത്വത്തിൽ നടന്ന വ്യാപക പണപ്പിരിവിലാണ് തട്ടിപ്പ്. കൊടിമരം ഫോണക്സ് ഫൗണ്ടേഷൻ കമ്പനി സ്പോൺസർ ചെയ്തിട്ടും പ്രമുഖ സിനിമാ താരങ്ങളിൽ നിന്നടക്കം കോടിക്കണക്കിന് രൂപ പിരിച്ചുവെന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത്. സ്പോൺസർ ചെയ്തത് മറച്ചുവെച്ചിട്ടാണ് പ്രയാർ ഗോപാലകൃഷ്ണനും അജയ് തറയിലും പണം പിരിച്ചെന്ന വിവരമാണ്. ഫോണക്സ് ഫൗണ്ടേഷൻ തുക നിക്ഷേപിച്ചതിന് തെളിവ് റിപ്പോർട്ടറിന് ലഭിച്ചു. റോഷിപാൽ വിവരങ്ങളുമായി. റോഷിപാൽ, എത്ര തുകയാണ് ഇപ്പോൾ സ്പോൺസർ നിക്ഷേപിച്ചിരുന്നത്? അതുകൂടാതെ പണപ്പിരിവ് എത്രത്തോളം നടത്തിയെന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. സ്മൃതി, ശബരിമലയിലെ സ്വർണ്ണക്കൊടിമരം നിർമ്മാണവുമായി ബന്ധപ്പെട്ട 2016-17 കാലഘട്ടത്തിലാണ് ശബരിമല തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അധ്യക്ഷനായ പ്രയാർ ഗോപാലകൃഷ്ണനും അംഗമായ അജയ് തറയിലിന്റെയും നേതൃത്വത്തിൽ വ്യാപകമായ പണപ്പിരിവ് അനധികൃതമായി നടത്തിയെന്ന പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. കാരണം കൊടിമര നിർമ്മാണത്തിനായി സ്പോൺസറെ കണ്ടെത്തുന്നു. അത് ഹൈദരാബാദ് ആസ്ഥാനമായുള്ള ഫോണക്സ് ഫൗണ്ടേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ്. ഈ കമ്പനി സ്പോൺസർ തുകയായ 3,20,30,000 രൂപ അത് എസ്റ്റിമേറ്റ് ബോർഡിന്റെ ചീഫ് എഞ്ചിനീയർ തയ്യാറാക്കിയതാണ്. ആ തുകയാണ് കൊടിമര നിർമ്മാണത്തിന് വേണ്ടതെന്ന് എസ്റ്റിമേറ്റ് ബോർഡ് ചീഫ് എഞ്ചിനീയർ തയ്യാറാക്കി. അതിന്റെ അടിസ്ഥാനത്തിലാണ് സ്പോൺസറായ ഫോണക്സ് ഫൗണ്ടേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറുടെ പേരിലുള്ള ധനലക്ഷ്മി ബാങ്കിന്റെ അക്കൗണ്ടിലേക്ക് നിക്ഷേപിച്ചത്. 3,20,30,000 രൂപ നിക്ഷേപിച്ചു. 2016 കാലഘട്ടത്തിലാണ് ഡിസംബർ 23 മുതൽ 4 തവണയായിട്ടാണ് ആ പണം ശബരിമല ദേവസ്വം ബോർഡിന്റെ അക്കൗണ്ടിൽ ധനലക്ഷ്മി ബാങ്കിലുള്ള അക്കൗണ്ടിലേക്ക് നിക്ഷേപിച്ചത്. ഈ പണം ലഭിച്ചിട്ടും കൊടിമരത്തിന് പണമില്ല, സ്പോൺസർ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അധ്യക്ഷൻ പ്രയാർ ഗോപാലകൃഷ്ണനും അജയ് തറയിലും കൂടി പലരെയും സമീപിച്ചു. അതിൽ പ്രമുഖ സിനിമാ താരങ്ങളിൽ നിന്നടക്കം കോടിക്കണക്കിന് രൂപ പിരിച്ചെടുത്തു എന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. ഏതാണ്ട് 2.5 കോടി രൂപയിലേറെ ഈ തരത്തിൽ ഈ ശബരിമല ദേവസ്വം ബോർഡ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭരണസമിതി പിരിച്ചെടുത്തെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നു. ഏതായാലും ഇതേ ദേവസ്വം ബോർഡ് ഭരണസമിതി തന്നെയാണ് ഈ അമൂല്യ വസ്തുവായ ഈ വാജിവാഹനം അത് ദേവസ്വം മാനുവൽ ലംഘിച്ചുകൊണ്ട് ഇത് തിരുവിതാംകൂർ ശബരിമല തന്ത്രിക്ക് കൈമാറിയത്. തന്ത്രിക്ക് അവകാശപ്പെട്ടതില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്ത്രിക്ക് നിയമവിരുദ്ധമായി കൈമാറിയത്. അത് ഇന്നലെ നമ്മൾ അതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളടക്കം പുറത്തുവിട്ടതാണ്. ഇപ്പോൾ ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊടിമര നിർമ്മാണവുമായി ബന്ധപ്പെട്ട അതീവ ഗുരുതരമായ ഒരു തട്ടിപ്പ് നടന്നതായുള്ള കണ്ടെത്തൽ അത് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്താണ് കണ്ടെത്തിയിരിക്കുന്നത്. ശബരിമല ദേവസ്വം ബോർഡിന്റെ ഈ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ അക്കൗണ്ടിന്റെ വിശദാംശങ്ങളടക്കം ഇപ്പോൾ നമ്മൾ പുറത്തുവിടുകയാണ്. ആ അക്കൗണ്ട് പരിശോധിക്കുമ്പോൾ അറിയാം ഈ ഫോണക്സ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി 4 തവണയായി 2016 ഡിസംബർ 23 ശേഷം 23 മുതൽ പണം ശബരിമല ഈ അക്കൗണ്ടിലേക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് നിക്ഷേപിച്ചു. അങ്ങനെ കൊടിമരം നിർമ്മിക്കാൻ സ്വർണ്ണക്കൊടിമരം പുതുക്കിപ്പണിയാനുള്ള പണം ഈ ഫോണക്സ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ശബരിമലയ്ക്ക് കൈമാറിയിട്ടും അതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് വ്യാപകമായ പണപ്പിരിവ് നടത്തി. ആ പണപ്പിരിവ് പലയിടങ്ങളിലായി. എത്ര തുകയാണ് നിക്ഷേപിച്ചത് 4 തവണയായിട്ട് ഋഷിപാൽ? സ്മൃതി, 4 തവണയായി ഈ ധനലക്ഷ്മി ബാങ്കിന്റെ അക്കൗണ്ട് അത് ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറുടെ പേരുള്ള അക്കൗണ്ടാണ്. ആ SB അക്കൗണ്ടിൽ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ ഈ ഫോണക്സ് ഫൗണ്ടേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഹൈദരാബാദ് ആസ്ഥാനമായ ആ കമ്പനി 3,20,30,000 രൂപയാണ് നിക്ഷേപിച്ചത്. ആദ്യ തുക നിക്ഷേപിക്കുന്നത് 2016 ഡിസംബർ 23-നാണ്. പിന്നീട് അങ്ങോട്ട് 2017-ലായാണ് ബാക്കി തുക നിക്ഷേപിച്ചത്. അങ്ങനെ സ്വർണ്ണക്കൊടിമരം പുതുക്കിപ്പണിയാൻ വേണ്ടി ആവശ്യമായ തുക ആ തുക ആവശ്യമാണെന്ന് പറയുന്നത് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ്. ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊടിമരം പുതുക്കിപ്പണിയാൻ വേണ്ടിയുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കിയത് ശബരിമല ദേവസ്വം ബോർഡിലെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ്. ആ ചീഫ് എഞ്ചിനീയറാണ് തയ്യാറാക്കിയത്. ആ ചീഫ് എഞ്ചിനീയർ തയ്യാറാക്കിയ എസ്റ്റിമേറ്റിന്റെ അടിസ്ഥാനത്തിലാണ് ദേവസ്വം ഭരണസമിതി ഈ സ്പോൺസറെ കണ്ടെത്തുന്നത്. ഫോണക്സ് ഫൗണ്ടേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഹൈദരാബാദ് ആസ്ഥാനമായ ഈ കമ്പനിയെ സമീപിക്കുകയും അവരിൽ നിന്നും സ്പോൺസർഷിപ്പ് തുകയായ 3,20,30,000 രൂപ അത് ശബരിമല ദേവസ്വം ഭരണസമിതിയുടെ അക്കൗണ്ടിലേക്ക് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കാനുള്ള നിർദ്ദേശം നൽകുകയും അവർ പണം നിക്ഷേപിക്കുകയും ചെയ്തു. അങ്ങനെ പണം നിക്ഷേപിച്ചിട്ടും ആ പണം ലഭിച്ചെന്ന് സ്ഥിരീകരിച്ചിട്ടും പണമില്ല, കൊടിമരം നിർമ്മിക്കാൻ സഹായിക്കണം,
സ്പോൺസർ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട പ്രമുഖ സിനിമാ താരങ്ങൾ നടക്കം ഏതാണ്ട് 2.5 കോടി രൂപയിലേറെ പിരിച്ചെടുത്തായി കണ്ടെത്തി. പണപ്പിരിവിന് ആരാണ് നേതൃത്വം നൽകിയത് എന്നതിന്റെ സൂചനകളുണ്ടോ? മാത്രമല്ല ഈ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത് ആരാണ്? ഈ പണപ്പിരിവിന് നേതൃത്വം വഹിക്കുകയും സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയും ചെയ്തിരുന്നത് ആരാണ്? സ്മൃതി, അന്വേഷണ സംഘത്തിന്റെ അന്വേഷണത്തിൽ അവർക്ക് പ്രാഥമികമായി കണ്ടെത്താൻ കഴിഞ്ഞത് ശബരിമല ദേവസ്വം ഭരണസമിതി, അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അന്നത്തെ അധ്യക്ഷനായ പ്രയാർ ഗോപാലകൃഷ്ണനും ഒപ്പം അജയ് തറയിലും ചേർന്നാണ് ഇങ്ങനെ പണം വ്യാപകമായി പിരിച്ചെടുത്തതെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നു. അങ്ങനെ പലയിടങ്ങളിൽ അവർ നേരിട്ട് തന്നെ പണം പിരിച്ചെടുത്തിട്ടുണ്ട് എന്നാണ്. ഈ പിരിച്ചെടുത്ത പണം അത് ശബരിമല ദേവസ്വത്തിലേക്ക് നൽകിയിട്ടില്ല എന്ന ഗുരുതരമായ കണ്ടെത്തൽ കൂടി അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. ഒരു ഭാഗത്ത് പണം സ്പോൺസർമാരിൽ നിന്നും അക്കൗണ്ടിലേക്ക് വരുത്തിക്കുക, അങ്ങനെ പണം അക്കൗണ്ടിലേക്ക് വരുത്തിയതിനു ശേഷം മറുഭാഗത്ത് വ്യാപകമായ രീതിയിൽ ഈ കൊടിമര നിർമ്മാണത്തിന്, കൊടിമരം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള പണപ്പിരിവെന്ന പേരിൽ അത് സിനിമാ താരങ്ങൾ, കേരളത്തിലെ ഏറ്റവും പ്രമുഖരായ സിനിമാ താരങ്ങളിൽ നിന്നടക്കം പണം പിരിച്ചെടുത്തു എന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത്. ഏതാണ്ട് 2.5 കോടി രൂപ പിരിച്ചെടുത്തതിന്റെ തെളിവുകൾ മാത്രമാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. അത് പ്രയാർ ഗോപാലകൃഷ്ണനും അജയ് തറയിലും അടങ്ങുന്ന ഭരണസമിതിയാണ് പിരിച്ചെടുത്തതെന്ന് അന്വേഷണ സംഘം പറയുന്നു. അതിനപ്പുറത്തേക്ക് പണം പിരിച്ചെടുത്തിട്ടുണ്ടെന്ന സംശയം അന്വേഷണ സംഘത്തിനുണ്ട്. അതിന്റെ പരിശോധനകൾ തുടങ്ങിയിരിക്കുകയാണ്. ഏതായാലും ശബരിമല കേന്ദ്രീകരിച്ചുള്ള തട്ടിപ്പ് അത് 2016-ലും അതിനു മുമ്പും പല ഘട്ടങ്ങളിലായി ഈ തട്ടിപ്പുകൾ നടന്നിട്ടുണ്ട് എന്നതിന്റെ തെളിവ് കൂടിയാണ് ഈ കൊടിമര നിർമ്മാണത്തിന് വേണ്ടി വ്യാപകമായി അനധികൃത പണപ്പിരിവ് നടന്നു എന്ന അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ഏതായാലും ഈ കാര്യത്തിൽ അന്വേഷണ സംഘം ഏതായാലും അത് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ സാധ്യതയുണ്ട്. ഇതിൽ അന്വേഷണ സംഘം നടത്തുന്ന തുടർ നീക്കങ്ങളും നിർണായകമാകും. സ്മൃതി, അതീവ ഗുരുതരമായ ഒരു ക്രമക്കേട് ശബരിമലയിൽ ഈ സ്വർണ്ണ കൊടിമര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നടന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തന്ത്രിയുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇതിനകം പുരോഗമിക്കുന്നു. തന്ത്രിയുടെ ഇടപാടുകൾ, തന്ത്രിയാണ് പോറ്റിയെ കൊണ്ടുവന്നത് എന്നടക്കമുള്ള ഒരുപാട് വിവരങ്ങൾ ഇപ്പോൾ SITക്ക് ലഭിക്കുമ്പോൾ തന്ത്രിയുടെ ഇടപെടൽ എന്ന നിലയ്ക്ക് ഉറപ്പായിട്ടും ഈ അന്വേഷണത്തിലേക്ക് കൂടി കടക്കേണ്ടി വരില്ല. അതിൽ അന്നത്തെ ബോർഡും കുരുക്കിലാകും എന്നതിന്റെ സൂചനകളല്ലേ റോഷിപാൽ? സ്മൃതി, അങ്ങനെ തന്നെയാണ്. കാരണം തന്ത്രിയാണ് എല്ലാത്തിന്റെയും ചുക്കാൻ പിടിച്ചത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും തന്ത്രിയാണ് ശബരിമല തട്ടിപ്പിന്റെ ചുക്കാൻ പിടിച്ചതെന്ന് അന്വേഷണ സംഘം നേരത്തെ കണ്ടെത്തി. അങ്ങനെയാണ് തന്ത്രി ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ പ്രധാന പ്രതിയായി എത്തുന്നതും. അങ്ങനെ തട്ടിപ്പ് നടത്തുമ്പോൾ ഇതിനൊക്കെ സഹായം ചെയ്യാൻ ഓരോ ഘട്ടത്തിലും ഭരണസമിതിയെ കൂട്ടുപിടിച്ചിരുന്നു ഈ കൊള്ളസംഘം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് പത്മകുമാറിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ആകട്ടെ, പിന്നീട് വന്ന N വാസുവിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ആകട്ടെ, ശബരിമല കേന്ദ്രീകരിച്ചുള്ള പ്രധാനപ്പെട്ട പല ഉദ്യോഗസ്ഥന്മാരും ഈ തട്ടിപ്പിന്റെ കൂട്ടാളികളെ മാറുകയും ചെയ്തിട്ടുണ്ട്. അതൊക്കെ അന്വേഷണ സംഘം കണ്ടെത്തിയതാണ്. പക്ഷേ അതിനു മുമ്പുള്ള ഈ പത്മകുമാറിന് മുന്നേ ഉള്ള ഭരണസമിതിക്ക് കൂടെ ഈ തട്ടിപ്പിൽ, മറ്റൊരു തട്ടിപ്പിൽ പങ്കാളിത്തമുണ്ടെന്ന് ഇപ്പോൾ തെളിയുകയാണ്. വാജിവാഹനം നേരെ എടുത്ത് എല്ലാ ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ട് അത് തന്ത്രിക്ക് കൈമാറുന്നു. അതേപോലെ തന്നെ കൊടിമരം അവിടെ പുനഃസ്ഥാപിക്കാൻ തീരുമാനിക്കുന്നു. കൊടിമരത്തിന് കേടുപാട് പോലും ഉണ്ടായിരുന്നില്ല. കോൺക്രീറ്റിന്റെ തൂണിൽ നിർമ്മിച്ചിരിക്കുന്ന, അവിടെ കോൺക്രീറ്റ് പതിച്ച് അതിന്റെ അടിത്തറയിൽ ഉയർത്തിയിരിക്കുന്ന ആ കൊടിമരം, ആ സ്വർണ്ണ കൊടിമരത്തിന് ഉറുമ്പരിച്ചിരിക്കുന്നു എന്ന വാദമുയർത്തിയാണ് ആ കൊടിമരം മാറ്റാനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത്. അങ്ങനെ ഒരു തകരാറുമില്ലെന്ന് ഉദ്യോഗസ്ഥന്മാർ പറയുമ്പോൾ അതൊന്നുമല്ല, അതിന് തകരാറുണ്ടെന്ന് പറഞ്ഞ് സ്വർണ്ണ കൊടിമരം മാറ്റാനുള്ള തീരുമാനമെടുക്കുന്നു. അത് മാറ്റുമ്പോൾ വാജിവാഹനം നേരെ തന്ത്രിക്ക് ആ പ്രയാർ ഗോപാലകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി സമ്മാനിക്കുകയാണ്. അതും നിയമവിരുദ്ധമാണ്, ചട്ടവിരുദ്ധമാണെന്ന് പറയുന്നു. അങ്ങനെ അവിടെ അന്നത്തെ ഭരണസമിതി കൂടി ഈ തട്ടിപ്പിൽ, മറ്റൊരു തട്ടിപ്പിൽ പങ്കാളികളാകുന്നു എന്നതിന്റെ തെളിവാണ് സ്മൃതി ഇപ്പോൾ പുറത്തുവരുന്നത്.